ഡോക്ടർ സംഗീത ചേനമ്പുല്ലി, നമുക്കറിയാം നേരത്തെ ഇപ്പോൾ ശ്രീ ദിലീപൊക്കെ പറഞ്ഞതുപോലെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് ഇത് വലിയ അതിശയിപ്പിക്കുന്നതാണ്, അത്ഭുതപ്പെടുത്തുന്നതാണ്. ഈ ഗോളത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുക, 400 കിലോമീറ്റർ അകലെയുള്ള സ്പേസ് സ്റ്റേഷനിൽ തങ്ങുക, 280-ലധികം ദിവസങ്ങൾ തങ്ങിയ ശേഷം തിരികെ ഭൂമിയിലേക്ക് എത്തുക, ഇതൊക്കെ പലതവണ ചന്ദ്രനിലേക്കൊക്കെ മനുഷ്യരെ വിട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇന്നും നമ്മുടെ മുന്നിൽ ഒരു അത്ഭുത സംഭവമായി തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല കാര്യങ്ങളും ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ധാരാളം വീഡിയോസ് യൂട്യൂബിലുമൊക്കെ വരുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങൾ ചർച്ചയായത്, ഒന്ന് സുനിത വില്യംസിൻ്റെ ശമ്പളത്തെക്കുറിച്ചായിരുന്നു. താങ്കൾ കണ്ടു കാണും, സുനിത വില്യംസിന് എത്ര രൂപ ശമ്പളം കിട്ടുന്നു. സ്വാഭാവികമായിട്ട് സാധാരണക്കാരായ ആളുകൾ അതിൽ വലിയ രീതിയിൽ ചർച്ചകൾ നടത്തി. അവർ കൂടുതൽ ദിവസങ്ങൾ അവിടെ ചെലവിടുമ്പോൾ അവർക്ക് എത്ര രൂപ അധികമായി കിട്ടുന്നു എന്ന ചർച്ചകളുണ്ടായി. സുനിത വില്യംസ് തിരികെ എത്തുമ്പോൾ അവർ നേരിടാൻ സാധ്യതയുള്ള ശാരീരിക പ്രയാസങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് ചർച്ചകളുണ്ടായി. അവർ ഇത്രയും ദിവസങ്ങൾ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി കുടുംബത്തിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ അതിൽ അനിശ്ചിതത്വം സംബന്ധിച്ച് അവർ തന്നെ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ച സാഹചര്യത്തിൽ തിരികെ എത്തുമ്പോൾ അവരുടെ മാനസിക നില എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങളുണ്ടായി. അതുപോലെ ഈ മണിക്കൂറുകൾ, ഇവിടുത്തെ ഈ സമയം എങ്ങനെയാണ് അവർ സ്പേസ് സ്റ്റേഷനിൽ ചെലവഴിച്ചിട്ടുണ്ടാവുക, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിനോദങ്ങൾക്ക് അവസരം കിട്ടിയിട്ടുണ്ടാകുമോ, മനം മടുപ്പിക്കുന്നതായിരിക്കുമോ സ്പേസ് സ്റ്റേഷനിലെ ജോലി കഴിഞ്ഞിട്ടുള്ള അവരുടെ ബാക്കി സമയം എന്ന് തുടങ്ങിയിട്ടുള്ള സംശയങ്ങളുണ്ടായി. ഒരു ശാസ്ത്ര എഴുത്തുകാരി എന്ന നിലയിൽ ഈ കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ വിവരങ്ങൾ താങ്കൾക്ക് പൊതുജനത്തിന് നൽകാൻ കഴിയും ഡോക്ടർ സംഗീത? ഒന്നാമത്തെ കാര്യം അവിടുത്തെ ആരോഗ്യ മാനസിക പ്രശ്നങ്ങളെ കുറിച്ചാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള, നേരത്തെ നമ്പിനാരായണ സാർ സൂചിപ്പിക്കുകയുണ്ടായി, കഠിനമായൊരു തെരഞ്ഞെടുക്കൽ പ്രക്രിയയെ കൂടെ കടന്നുപോയിട്ടാണ് യാത്രികരെ തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യ കാര്യങ്ങളെയും മാനസികാരോഗ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ് അവരെ. സുനിത വില്യംസിനെ പോലെ ഒരാൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബഹിരാകാശ സഞ്ചാരിയാണ്. അതുകൊണ്ട് തന്നെ അവർക്കത് അത്ര പ്രയാസമായിരുന്നിരിക്കാൻ സാധ്യതയില്ല. പിന്നെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും വിട്ട് നിൽക്കുന്ന സമയത്ത് ഭൂമിയിലുള്ള അവർക്ക് ബന്ധം പുലർത്താനൊക്കെ പറ്റും, ഇൻ്റർനെറ്റ് സങ്കേതങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ബന്ധപ്പെടാനൊക്കെ പറ്റും. പക്ഷെ അതേസമയം തന്നെ നേരിട്ട് കാണാൻ പറ്റാത്ത, കുടുംബത്തിനൊപ്പം സമയം ചെലവഴിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടാവും. എത്തിയ ഉടനെ തന്നെ ശരീരം അതുമായിട്ട് പൊരുത്തപ്പെടാൻ എടുക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ബ്ലഡ് സർക്കുലേഷനിലെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ശരീരത്തിലെ ഫ്ലൂയിഡ് മുഴുവൻ തലയുടെ ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുന്നതുകൊണ്ട് തലയുടെ ഭാഗത്തേക്ക് സ്വെല്ലിംഗ് ഉണ്ടാവും. പിന്നെ ദിവസവും 16 സൂര്യോദയവും 16 അസ്തമയവും കാണുകയാണ്. ഭൂമിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജൈവ ഘടികാരം മുഴുവൻ ക്രമപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ഈ ഉദയാസ്തമയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് പൂർണ്ണമായും തകിടം മറിയും. കാരണം ഒരു ദിവസം തന്നെ 16 ഉദയവും അസ്തമയവും ആയി കഴിയുമ്പോൾ സമയത്തെക്കുറിച്ചുള്ള ധാരണ മൊത്തം തകരാറിലാവും. അവർ ഭൂമിയിലെ സമയവുമായിട്ട് അവരുടെ സമയത്തെ പൊരുത്തപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ദിശ, മുകളിൽ താഴെ എന്നുള്ളത് ഉള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. അവിടെ മുകളിലും താഴെയൊക്കെ തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. നേരത്തെ ഷാജി മാഷ് സൂചിപ്പിക്കുകയുണ്ടായി, അവിടെ ഗ്രാവിറ്റി ഇല്ലാത്ത പ്രശ്നമില്ല, 90% ഗ്രാവിറ്റി ഉണ്ട്. പക്ഷെ അതേസമയം തന്നെ ഇത്രയും വേഗതയിൽ ചലിക്കുന്നതുകൊണ്ട് തന്നെ ഗുരുത്വാകർഷണം കാര്യമായിട്ട് അനുഭവപ്പെടാത്തതാണ് അവിടുത്തെ പ്രശ്നം. ഈ ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കാലിലെ പേശികളൊക്കെ സ്ട്രോങ് ആയിരിക്കുന്നത്, നമ്മുടെ ശരീരത്തിലെ പേശികൾ. അപ്പോൾ അവിടെ അങ്ങനെ ഒരു നിൽപ്പ് വേണ്ടാത്തത് കൊണ്ട്, ഗുരുത്വാകർഷണത്തിനോട് എതിരിടേണ്ടാത്തതുകൊണ്ട് ഈ പേശികൾക്ക് ക്ഷയം സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമായും സംഭവിക്കും. അസ്ഥികളുടെ നീളം കൂടും, അസ്ഥിയുടെ അകത്തുള്ള ബോൺ മാരോന്റെ ഡെൻസിറ്റി കുറയും. ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല കോസ്മിക് റേസ് അടക്കമുള്ള റേഡിയേഷനുമായിട്ട് ഇവർക്ക് സമ്പർക്കത്തിൽ വരേണ്ടി വരുന്നുണ്ട്. അത്തരം പ്രശ്നങ്ങളുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ അത് സ്തനാർബുദം, അതേപോലെ തന്നെ ഗർഭാശയ ക്യാൻസറിനൊക്കെയുള്ള സാധ്യത കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ പുരുഷന്മാരുടെ അത്രയും ദിവസങ്ങൾ സ്ത്രീകളെ നിർത്താറില്ല എന്ന് പറയാറുണ്ട്. കാരണം ഈ ഒരു റിസ്ക് കൂടുതലാണ് എന്നുള്ളതുകൊണ്ട്. പുരുഷന്മാർക്കും തീർച്ചയായിട്ടും ക്യാൻസർ റിസ്ക് ഉണ്ട്, കാരണം ഈ റേഡിയേഷനുമായിട്ട് നിരന്തരം സമ്പർക്കത്തിൽ വരുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല മാനസിക പ്രശ്നങ്ങൾ സ്വാഭാവികമായും തന്നെ ഇതിനോട് പൊരുത്തപ്പെടാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഉറക്കത്തിന് പ്രശ്നമുണ്ട്, കാരണം അവർക്ക് ചെയ്തു തീർക്കേണ്ട ഒരുപാട് ജോലികളുണ്ട്. ഒഴിവു സമയത്ത് വെറുതെ ഇരിക്കുക എന്നുള്ളൊരു പ്രശ്നം അവിടെ വരാൻ പോകുന്നില്ല, കാരണം അത്രയും ജോലികൾ അവർക്ക് ഷെഡ്യൂൾ ചെയ്യപ്പെടും. മാത്രമല്ല ഈ വലിയ ശബ്ദമുണ്ടാകും, സ്ഥിരമായിട്ടൊരു ഉറക്കം എന്നുള്ളത് പ്രയാസമാണ്. അതേപോലെ തന്നെ ഈ ഭക്ഷണം കഴിക്കുന്നതും
ടോയ്ലറ്റ് പോകുന്നതും അടക്കമുള്ളത് ബന്ധിപ്പിച്ച് ഒരു എന്താ പറയുക ഒരു സ്ഥലത്ത് ബന്ധിപ്പിച്ച് നിർത്തിക്കൊണ്ട് വേണം ഭക്ഷണം, കാന്തം ഉപയോഗിച്ച് ബന്ധിപ്പിച്ച് നിർത്തിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അതുപോലെ തന്നെ ടോയ്ലറ്റിലാണെങ്കിൽ സക്ഷൻ സിസ്റ്റം വെച്ചിട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് കുറേ സമയം അത് പുരുഷന്മാരുടെ സ്യൂട്ടബിൾ ആയ തരത്തിലായിരുന്നു. പുതിയ ടോയ്ലറ്റ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷമാണ് സ്ത്രീകൾക്ക് അത് കുറച്ചും കൂടി അനുകൂലമായി മാറിയത്. ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇവര് നേരത്തെ പറഞ്ഞ പോലെ 1 വർഷമോ അതിലധികമോ ഒക്കെ പരിശീലനം നേടിക്കൊണ്ട് തന്നെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാവുന്ന തരത്തിൽ ഭൂമിയിൽ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പരിശീലനം ലഭിച്ചിട്ടാണ് അവർ അങ്ങോട്ട് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ കുറച്ച് ദിവസത്തെ വ്യത്യാസം വരുന്നതൊന്നും അവരെ അത്ര കാര്യമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയില്ല. പിന്നെ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ അവർക്കും ഉണ്ടാകും എന്നുള്ളതാണ്. തിരിച്ചുവരവിന്റെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ചന്ദ്രനിൽ 1960-കളിൽ 69-ൽ പോകുന്ന സമയത്ത് തന്നെ സാങ്കേതിക വിദ്യ അത്രത്തോളം വികസിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ എത്രയോ ഇരട്ടി ഓട്ടോമേറ്റഡ് ആയ സാങ്കേതിക വിദ്യ ഇപ്പൊ ഉണ്ടാകുന്ന സമയത്ത് പണ്ടാണെങ്കിൽ അത് ട്രാജക്ടറി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തിട്ടും ഓരോ ഘട്ടത്തിലും കാൽക്കുലേഷൻ കൃത്യമാക്കിക്കൊണ്ട് വേണമായിരുന്നു. ഇപ്പോൾ അത് നേരത്തെ ഷാജി മാഷ് പറഞ്ഞ പോലെ ഹ്യൂമൻ എറേഴ്സ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സുനിത വില്യംസ് ആയതുകൊണ്ടാണ് ഇത് ഇത്ര വലിയൊരു ചർച്ചയായിട്ട് മാറിയിട്ടുള്ളത്. പിന്നെ ഒരു കണക്കിന് നല്ലതാണ്, കാരണം ബഹിരാകാശ യാത്രികളിൽ ഇപ്പോഴും 11% മാത്രമാണ് സ്ത്രീകളുള്ളത്. അപ്പൊ കൂടുതൽ സ്ത്രീകൾ ഈ രംഗത്തേക്ക് കടന്നു വരേണ്ടതുണ്ട്. അവിടെ ഒരു ജെൻഡർ ഇക്വാലിറ്റിയുടെ സാഹചര്യം ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചകൾ വളരെ ഗുണകരമാണെന്നാണ് വേണമെങ്കിൽ ഒരു ചെറിയ കാര്യം, അതായത് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ബഹിരാകാശ യാത്രികരുടെ ചിത്രങ്ങൾ കാണുമ്പോൾ ദേ ഓൾ ലുക്സ് അലൈക്ക്, എവരിബഡി ലുക്സ് സിമിലർ ടു വൺ അനദർ, അല്ലേ? എല്ലാവർക്കും ഒരേ അതവരുടെ വേഷം കൊണ്ട് കിട്ടുന്നതാണോ, നമുക്ക് തോന്നുന്നതാണോ, അതല്ല അവർക്ക് രൂപത്തിലും ഈ തരത്തിൽ എന്തെങ്കിലും ഒരു തയ്യാറെടുപ്പുകൾ ഉണ്ടാകുമോ? ഞാൻ എപ്പോഴും അത് ആലോചിക്കാറുണ്ട്. ഐ യൂസ് ടു വണ്ടർ. അത് ആ സ്യൂട്ടിന്റെ പ്രത്യേകത കൊണ്ട് നമുക്ക് തോന്നുന്നതല്ലേ. ഇപ്പൊ ബഹിരാകാശ നിലയത്തിന്റെ അകത്തുനിന്നുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അങ്ങനെ ഒരുപോലെ ഇരിക്കുന്നൊന്നുമില്ലല്ലോ. സുനിത വില്യംസിനെ പോലെ തന്നെയാണ് ഉള്ളത്. അങ്ങനത്തെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നില്ല. സുനിത വില്യംസിനെ പോലെയാണ് ഇരിക്കുന്നത്. ഗുച്ച് വിൽമോറിനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. നോട്ട് ദാറ്റ്. പക്ഷെ അവർക്കെല്ലാം സിമിലർ ആയിട്ട് എന്തോ ഒരു അവരെല്ലാം ഒരേപോലെ തോന്നിപ്പിക്കുന്ന എന്തോ ചില ഘടകങ്ങൾ, ഒരുപക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ അത് ഈ അവരുടെ ഒരു സ്പെഷ്യൽ സ്യൂട്ടായിരിക്കാം മേ ബി. ശാരീരികമായ ഘടകങ്ങൾ കൃത്യമായി നിർണയിച്ചിട്ട് തന്നെയാണ് തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടുള്ള എന്തെങ്കിലും സാമ്യം അല്ലാതെ പ്രത്യേകിച്ച് സാമ്യമൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം അത്തരം ഘടകങ്ങൾ ഇല്ലല്ലോ. ഇപ്പൊ അവരുടെ എന്താ പറയാ മൊത്തത്തിലുള്ള ആരോഗ്യം, ഉയരം, ഭാരം, അതൊക്കെ തന്നെ പരിഗണിക്കുന്നുണ്ടാവും. അതല്ലാതെ മറ്റു തരത്തിലുള്ള സാമ്യം എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഏതായാലും സുനിത അടക്കമുള്ള 4 പേരുടെ സുരക്ഷിതമായ മടക്കയാത്രയ്ക്ക് വേണ്ടി ഈ ഭൂഗോളത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുകയാണ്. അത് സംഭവിക്കാൻ പോകുന്നത് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 3:30-ക്കാണ്. അവർ ഇറങ്ങി സുരക്ഷിതമായി എത്തട്ടെ എന്ന് നമുക്ക് കരുതാം. മാത്രമല്ല, ഇതൊരു ആദ്യത്തെ ദൗത്യമല്ല. ഇതിൽ മറ്റു തരത്തിലുള്ള അപകട സാധ്യതകളോ ആശങ്കയ്ക്ക് ഇടം നൽകുന്ന ഏതെങ്കിലും സന്ദിഗ്ധ ഘട്ടങ്ങളോ നിലനിൽക്കുന്നില്ല എന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും അവരുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക്